ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 നടത്തിയ കേരള യാത്രയിലെ കണ്ടെത്തലുകൾ വളരെ നിർണായകമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. ലഹരി വ്യാപനങ്ങൾ കൂടുതലും വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് എന്ന ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലാണെന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. ഇത്തവണ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ലഹരിക്കെതിരെ കുട്ടികൾക്കിടയിൽ കൂടുതൽ ബോധവൽക്കരണം നടത്തുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി 24 പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ നമ്മുടെ പാഠ്യപദ്ധതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കരിക്കുലം ഒപ്പം നമ്മൾ പുതിയൊരു തുടക്കത്തിൽ ആദ്യ 2 ആഴ്ച നമ്മൾ പഠിപ്പിക്കുന്നത് പൊതു വിഷയങ്ങളാണ് എന്നുള്ളതാണ്. അതൊരു ലഹരിക്കെതിരെ തുടങ്ങി ഒരു പക്ഷേ സ്കൂളുകളിൽ നിന്ന് തുടക്കത്തിൽ നിന്നും നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് അത് പഠിപ്പിച്ച് കൊടുക്കുകയാണ്. അത്തരത്തിലൊരു ആശയത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അതായത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് പറയുന്നത് മഹാഭൂരിപക്ഷം കുട്ടികളും അവർക്കൊരു പൊതുവിജ്ഞാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കണ്ടത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കലുമാണ്. മനുഷ്യൻ്റെ ജീവൻ വിറ്റ് കാശ് വാങ്ങി ജീവിക്കുന്ന ഒരു കൂട്ടം കാവാലിമാർക്കെതിരായിട്ട് ശക്തമായ സമരം നടത്തേണ്ട പ്രശ്നമാണ്. ഇന്നിപ്പോൾ എന്നെ നിങ്ങളുടെ ശ്രീകണ്ഠൻ നായർ വന്നിരുന്നു. ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വന്നതാണ്. ശ്രീകണ്ഠൻ നായരുടെ ഒരു യാത്ര ഉണ്ടായിരുന്നല്ലോ, ലഹരിക്കെതിരായിട്ടുള്ള മുന്നേറ്റം. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും നല്ല വരവേൽപ്പാണ് ലഭിച്ചത്. അദ്ദേഹത്തിന് കുറേ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വിവരങ്ങളും അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി എനിക്ക് നൽകിയിരുന്നു. ആ വിവരങ്ങളിൽ നല്ലൊരു ശതമാനം സ്കൂൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. നമ്മൾ ഒരുപക്ഷെ കേട്ടാൽ ഞെട്ടുന്ന വിവരങ്ങളാണ് ഉള്ളത്. നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ പോയിട്ടാണ് അത് പഠിച്ചത്. അതെ, കേട്ടാൽ ഞെട്ടുന്ന വിവരങ്ങളാണുള്ളത്. നമ്മുടെ രക്ഷകർത്താക്കളാണെങ്കിൽ പറഞ്ഞായിട്ട് സമ്മതിക്കുകയില്ല. നിങ്ങളുടെ മകൻ ഇതിന് അടിമയാണ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് മാത്രമല്ല, ചികിത്സിക്കേണ്ട ഒരു അവസരം ഉണ്ടായാൽ ചികിത്സിക്കാൻ പോലും ദുരഭിമാനത്തിൻ്റെ പേരിൽ തയ്യാറാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ലഹരി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്തിനെ സംബന്ധിച്ചിടത്തോളം ആണോ ആദ്യം ഒരു ക്ലാസ് കൊടുക്കുന്നത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കർക്കശമായ തീരുമാനങ്ങൾ എടുക്കും. ഈ റിപ്പോർട്ടിൻ്റെ ആധികാരികത അദ്ദേഹം വളരെ താല്പര്യത്തോടാണ് അദ്ദേഹം കേട്ടത്. മാത്രമല്ല, നമ്മൾ പറഞ്ഞ നമ്മുടെ പള്ളിക്കൂടങ്ങളെ സംരക്ഷിക്കേണ്ട ആവശ്യകതയുടെ രൂക്ഷത എന്താണ്, അടിയന്തര സാഹചര്യം എന്താണെന്ന് കൂടി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. മാത്രമല്ല, കുട്ടികളോട് പരീക്ഷയ്ക്ക് കാര്യങ്ങളെല്ലാം ഓർമ്മിക്കാൻ ഈ ലഹരി കലർന്ന മിഠായി കഴിച്ചാൽ മതി എന്നുള്ള പ്രചാരണങ്ങൾ കൂടി നടത്തുന്ന കാപാലികന്മാർ കേരളത്തിലുണ്ടെന്നും ഈ മയക്കുമരുന്ന് ഒരുപാട് കേരളത്തിനുള്ളിലേക്ക് കടന്നുവെന്നും അതിൻ്റെ കാരിയറായി ചെറിയ കുട്ടികൾ പോലും ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ തന്നെ അദ്ദേഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തി. മുഖ്യമന്ത്രിയോട് നമ്മൾ ഈ കാര്യം വളരെ ഗൗരവത്തോടെ, മുഖ്യമന്ത്രിക്ക് മാത്രമായി, ആഭ്യന്തര വകുപ്പിന് മാത്രമായിട്ടുള്ള ഒരു സ്വകാര്യ കണ്ടെത്തലുകളും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം ആരാണ് ഈ അധമ സംഘങ്ങൾ, ഈ അധോലോക സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്, അവർക്ക് ഏതൊക്കെ പൊതുപ്രവർത്തകരാണ് പിന്തുണ കൊടുക്കുന്നത്, അവരുയർത്തുന്ന വെല്ലുവിളികളും അപകടങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ ഉണ്ട് താനും. എന്തായാലും ഒരു നല്ല നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് എനിക്കും എൻ്റെ സംഘത്തിനും ഉറപ്പാണ്. കാരണം നമ്മൾ ഈ 31 ദിവസം വെയിൽ കൊണ്ടതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ടാകും. അതേസമയം ഈ ചുമതലകളെല്ലാം സർക്കാരിന് വിട്ടുകൊടുത്തുകൊണ്ട് ഒരിക്കലും രക്ഷകർത്താക്കളും മാതാപിതാക്കളും മാറി നിൽക്കരുത്. കാരണം വളരെ അപകടം നിറഞ്ഞൊരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും MDMA കുറിച്ച് അറിയാം, MDMAയുടെ ലഹരി ഇഷ്ടമാണ് എന്ന് വരുന്നൊരു സംസ്ഥാനമായി കേരളം മാറരുത്. കേരളം ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റലാണ് എന്ന് ഇനി ഒരു ദേശീയ ദിനപത്രം എഴുതാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിക്കട്ടെ. ഈ നാടിൻ്റെ അഭിമാനമായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറട്ടെ. അതിനുവേണ്ടിയുള്ള സംരക്ഷണം, നമ്മുടെ കുറച്ച് സമയം പോയാലും വേണ്ടില്ല, 2 ദിവസം ജോലിയിൽ നിന്ന് അവധി എടുത്താലും വേണ്ടില്ല, സ്കൂൾ വരാന്തയ്ക്ക് ചുറ്റും നമ്മളുണ്ടാകണം. ഈ അധോലോക സംഘത്തിൻ്റെ നായകന്മാരെ കയ്യാമം വയ്ക്കാൻ പോലീസിനെയും എക്സൈസിനെയും നമ്മൾ സഹായിക്കണം.